ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വർമാസ് രുചി വേൾഡ്. ഇന്ന് നമ്മൾ ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ പാചകത്തിലെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയാക്കുന്നത്. ഇപ്പോൾ നമുക്ക് അധികം സമയമൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വീട്ടിലെത്താണെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറി. കൂട്ടുകറിയുടെ എല്ലാ സ്വാദും നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ഒരുപാട് കഷ്ണങ്ങൾ നുറുക്കണ്ട, അരയ്ക്കണ്ട, എളുപ്പത്തിൽ തയ്യാറാക്കാം. വളരെ കുറച്ച് സമയം മതി. ഇതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കണേന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ഏത്തക്കായും അതുപോലെ ഒരു ക്യാരറ്റുമാണ് എടുത്താക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഏത്തക്കായും ക്യാരറ്റും മാത്രം മതി ഈ ഒരു കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കീറിയിട്ട് നമുക്ക് ഈ കായും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി വേവിക്കുന്ന സമയത്ത് ചേർക്കാനുള്ളതാണ്. കായയുടെ ഒന്നും തൊലി കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് 4ആയിട്ട് ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം. ഇതപ്പോൾ കായയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ നുറുക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഒപ്പം നമുക്ക് ഈ പച്ചമുളകും കൂടി ചേർക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താണ് നമ്മളിപ്പോൾ ഈ കായയും ക്യാരറ്റും വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള നിങ്ങളുടെ രുചിക്ക് അനുസരിച്ചുള്ള ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ വല്ലാണ്ട് വെന്തുടഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റിന് താഴെ സമയമാണ് ഇത് വേവാനായിട്ട് വേണ്ടി വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരറ്റും കായും വേവിക്കുന്ന സമയത്ത് ചെറിയൊരു കഷ്ണം വെല്ലം കൂടി ചേർക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ കഴിക്കുന്ന ആൾക്കാർക്കാർക്കും മധുരം താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സ്റ്റെപ്പ് വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഒരു ചെറിയ കഷ്ണം വെല്ലം കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ കായും ക്യാരറ്റൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വല്ലാണ്ട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഒരു 7-8 മിനിറ്റാണ് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ കൂട്ടുകറിക്കുള്ള വറവ് തയ്യാറാക്കുകയാണ്. അപ്പോൾ വറവാണ് ഈ ഒരു കറിയുടെ ഹൈലൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ വറവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് ആ കൂട്ടുകറിയുടെ ആ ഒരു സ്വാദ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ചേർക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വറ്റൽമുളകാണ്. നമ്മളിവിടെ ഒരു 7-8 വറ്റൽമുളക്, ഉണ്ട വറ്റൽമുളകാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇനി വേണ്ടത് ഒരു സ്പൂൺ നല്ല ജീരകമാണ്. ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വട്ടത്തിൽ എരിഞ്ഞു വെച്ചേക്കണ പച്ചമുളക് ചേർക്കാം. ഒപ്പം ഒരു പിടി കറിവേപ്പിലയും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 5 സ്പൂൺ നാളികേരമാണ് ചേർക്കുന്നത്. അതായത് ഒരു 1/4 മുറി നാളികേരം. വറവിടുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നീളത്തിലുള്ള പച്ചമുളകാണ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അതൊരു 4 എണ്ണം ചെറുതായിട്ട് പൊട്ടിച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ നാളികേരം നല്ല ബ്രൗൺ കളറ്, ഒരു പുളിയുറുമ്പിൻ്റെ കളർ ആവണ വരെ വറുത്തെടുക്കാം. ഇതപ്പോൾ നാളികേരത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കണ കായയും ക്യാരറ്റും കൂടി ഈ മിക്സിക്ക് ചേർക്കാം. അതിനുശേഷം ഇതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വറുത്ത നാളികേരത്തിൻ്റെ ഒക്കെ ആ ഒരു മത്ത് പിടിപ്പിക്കണ മണമാണ് അടുക്കള മുഴുവനും. അരയ്ക്കണ്ട, അധികം കഷ്ണങ്ങളൊന്നും അരിയണ്ട. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മധുരം വേണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ കഷ്ണം വെല്ലം കൂടി ചേർക്കാം.
ഈ ഒരു കൂട്ടുകറിയും കുറച്ച് തൈരും ഒരു പിക്കിളും ഉണ്ടെങ്കിൽ തന്നെ ഒരു നേരം നമുക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളായിട്ട് പങ്കുവയ്ക്കുക. അത് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട്. അതുവരെ ബായ്.